Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtadi wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ വിവാഹത്തിന് സ്ത്രീകൾ, പെൺകുട്ടികൾ, വധു സ്റ്റേജിൽ കയറി ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഏതോ ഒരാൾ അയാളുടെ മകളുടെ നിക്കാഹിന് അയാളുടെ മകളെയും ആ മകളുടെ ഉമ്മയായ തൻ്റെ ഭാര്യയെയും സ്റ്റേജിലിരുത്തി നിക്കാഹ് ചെയ്തു കൊടുത്തത് വലിയ ചർച്ച സമൂഹ മാധ്യമങ്ങളിലും മറ്റും നടക്കുന്നു. ഒരു സമൂഹം എവിടെ എത്തി നിൽക്കുന്നു, അവരുടെ മനോനിലവാരം എന്താണ്, ആ സമൂഹത്തിൻ്റെ സാംസ്കാരികമായ നിലവാരം എവിടെയാണുള്ളത് എന്നത് സൂചിപ്പിക്കുന്ന ചർച്ചയാണ് നടക്കുന്നത്. സ്വന്തം വിവാഹത്തിന് ഒരു പെണ്ണ് സാക്ഷിയായി വേദിയിലിരുന്നു, തൻ്റെ മകളുടെ വിവാഹത്തിന് ഒരു ഉമ്മ വേദിയിലിരുന്നു എന്നത് വലിയ കാര്യമായി ചർച്ച ചെയ്യുന്ന നിലവാരമേ ഇപ്പോഴും ഈ സമുദായത്തിനുള്ളൂ എന്നുള്ളതാണ് പൊതുസമൂഹം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാലമേറെ പുരോഗമിച്ചിട്ടും ലോകമേറെ മുന്നോട്ട് പോയിട്ടും ഒരുപാട് മേഖലകളിലേക്ക് മനുഷ്യൻ കുതിച്ചിട്ടും ഈ സമുദായം എവിടെയോ പിറകിലാണ് നിൽക്കുന്നത് എന്ന് ഈ ചർച്ചകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവും. ഇത് നടത്തിയത് കേരളത്തിലെ ഏതോ ഒരു മുസ്ലിം സംഘടനയുടെ പ്രഭാഷകനോ നേതാവോ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ആ സംഘടന മൊത്തം ഇത്തരത്തിലുള്ള എല്ലാ പുരോഗമനങ്ങളുടെയും പിതൃത്വം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. ഇതാര് നടത്തി, ആര് തുടങ്ങി എന്നുള്ളതൊന്നും പ്രസക്തമായ ചർച്ചയേ അല്ല. അങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ കാര്യവുമില്ല. ഏത് പുരോഗതി ഉണ്ടെങ്കിലും ബഷീറിൻ്റെ കഥാപാത്രത്തിലൊരു കഥാപാത്രമായ എട്ടുകാലി മമ്മുഞ്ഞ് പറയുന്നത് പോലെ അത് നമ്മുടേതാണ് എന്ന് പറയാൻ എക്കാലത്തും ഈ സമൂഹത്തിൽ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അവക വിഷയങ്ങളിലേക്ക് പോകാതെ ഇതൊരു വിപ്ലവമാണോ എന്നുള്ള ചർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഖുതുബയിൽ. ഇതൊരു വിപ്ലവമാണോ? പെൺകുട്ടികൾ തങ്ങളുടെ വിവാഹത്തിന് സാക്ഷിയാകുന്നു എന്നുള്ളത്, പെൺകുട്ടികളുടെ ഉമ്മ തൻ്റെ മകളുടെ വിവാഹത്തിന് സാക്ഷിയായി വേദിയിലിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിപ്ലവമാണ് എന്നാണോ പറയുന്നത്? അതെങ്ങനെയാണ് വിപ്ലവമാകുന്നത്? ഇസ്ലാം അനുവദിച്ച ഏതെങ്കിലും സംഗതി അവിടെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? ഈ സമൂഹം അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? എന്താണ് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിലുള്ള റോൾ? ഇസ്ലാമിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിലുള്ള റോൾ എന്താണ്? ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. മൗനിയായി, സാക്ഷിയായി ഒരു വിവാഹവേദിയിൽ
ഒരു കാണിയായി ഇരിക്കുകയാണല്ലോ ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. ഒരു പെൺകുട്ടി വന്നിട്ട് കാണിയായി ഇരുന്നു. തൻ്റെ വാപ്പ എന്തൊക്കെയോ പ്രസംഗിക്കുന്നു, തൻ്റെ വാപ്പയും ഈ പുതിയാപ്പിളയാകാൻ പോകുന്ന ചെറുക്കനും കൂടി എന്തൊക്കെയോ കരാറുണ്ടാക്കുന്നു. ഇതിന് മൗനിയായി സാക്ഷിയായി ഒരു കുട്ടി മൂലയിലിരിക്കുന്നു എന്നുള്ളതാണോ വിപ്ലവം? അതാണോ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? അതല്ല, ഇതിനപ്പുറത്ത് പെൺകുട്ടിക്ക് വല്ല റോളുമുണ്ടോ? ഇവിടെ നമ്മളൊക്കെ ഈ വിപ്ലവകാരികളൊക്കെ പറയും പെൺകുട്ടികളോട് സമ്മതം ചോദിക്കണം, പെൺകുട്ടികളോട് സമ്മതമുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ അതൊക്കെ വലിയ വിപ്ലവമാണ്. ഇതാണോ ഖുർആൻ പറഞ്ഞത്? എന്താണ്? വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, നിങ്ങൾ അവരിൽ നിന്ന് കരാർ സ്വീകരിച്ചിരിക്കുന്നു. ആരോട് പറയുന്നു? അള്ളാഹു ആരോട് പറയുന്നു? ദമ്പതികളിൽ ഒരാളോട് പറയുന്നു. അവർ പരസ്പരം കരാർ സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. ഈ പരസ്പര കരാറിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഇന്ന് നടക്കുന്ന ഈ നിക്കാഹ് തലങ്ങളിലുണ്ടോ? പെൺകുട്ടി വേദിയിലിരിക്കുന്നു, വിപ്ലവമായിട്ട് പറയുന്നു. ഈ പെൺകുട്ടിയുടെ റോൾ എന്താണ് അവിടെ? ആ പെൺകുട്ടി മറ്റു കാണികളെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. മഹല്ല് കമ്മിറ്റിയുടെ രജിസ്റ്ററിൽ പെൺകുട്ടിയുടെ ഒപ്പ് വെക്കാനുള്ള കോണമുണ്ടോ? ഏതെങ്കിലും മഹല്ല് കമ്മിറ്റിയിലുണ്ടാകും. ഞാൻ പൊതുവെ പതിവാണ് ചോദിക്കുന്നത്. മഹല്ല് കമ്മിറ്റിയിൽ ആരാ ഒപ്പിടുന്നത്? വലിയൊപ്പിടും, വരലൊപ്പിടും, സാക്ഷികളൊപ്പിടും. നിക്കാഹിന് കാർമ്മികത്വം വഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ട അങ്ങനെ ഒന്നുമില്ല ഇസ്ലാമിൽ. പക്ഷേ അങ്ങനെ ഒരു കോണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാർമ്മികൻ്റെ ഒപ്പുണ്ടാകും, ഇമാമിൻ്റെ ഒപ്പ്, അല്ലെങ്കിൽ ഖത്തീബിൻ്റെ, ഖാദിയുടെ ഒപ്പ്. ഇതിൽ രണ്ട് കക്ഷികളിൽ ഒരു കക്ഷി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള പെൺകുട്ടിയുടെ ഒപ്പ് വാങ്ങുന്ന രജിസ്റ്റർ ഉണ്ടോ? ഇല്ലെങ്കിൽ എന്ത് വിപ്ലവമാണ് നടത്തുന്നത്? യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് ഇസ്ലാം നൽകുന്ന റോൾ എന്താണ് വിവാഹത്തിൽ? വിവാഹം തനിക്കിഷ്ടമല്ലെങ്കിൽ റദ്ദ് ചെയ്യാനുള്ള അവകാശം ഇസ്ലാം സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. തൻ്റെ പിതാവ് ഒരു പുതിയാപ്പിൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഈ പെണ്ണിന് ഇഷ്ടമല്ലെങ്കിൽ, എനിക്കിഷ്ടമല്ല, ആ വിവാഹം എനിക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ് റദ്ദ് ചെയ്യാനുള്ള ഏകപക്ഷീയമായ അധികാരം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അത് അംഗീകരിക്കുമോ? ഇനി വിവാഹത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാ? സ്വയം വിവാഹിതയാകാൻ ഒരു പെണ്ണിന് രക്ഷിതാവില്ലാതെ, പിതാവില്ലാതെ, ആങ്ങളയില്ലാതെ സ്വയം വിവാഹിതയാകാൻ ഒരു പെണ്ണിന് പറ്റുമോ? ഇല്ലേ? പറ്റുമെന്ന് പറയുന്നു. ആര് പറയുന്നു? ഖുർആൻ പറയുന്നു. ഖുർആൻ പറഞ്ഞാൽ പോരെങ്കിൽ ഇമാം അബൂ ഹനീഫയും പറയുന്നു. ഖുർആൻ പറഞ്ഞാൽ പോരല്ലോ പലർക്കും. ഇമാം അബൂ ഹനീഫയും പറയുന്നു. ഇമാം അബൂ ഹനീഫ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കുക. ഫൈദാ ഖാലത്തിൽ മർഅത്തു, ഇബാറത്തല്ലേ വേണ്ടത്? കിതാബല്ലേ വേണ്ടത്? കിതാബിലെ അറബി എഴുത്തല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഖുർആൻ അല്ലല്ലോ. എങ്കിൽ അറബി എഴുത്താണ് ഞാൻ വായിക്കുന്നത്. ഇദാ ഖാലത്തിൽ മർഅത്തു, ഒരു പെണ്ണ് പറഞ്ഞാൽ, വഹബ്തു നഫ്സീ ലക നാബിയത്തൻ മഅന സിവാജി, വിവാഹമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ എന്നെ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വഖാല ഖബിൽതു, ഈ പുതിയാപ്പിള പറയുന്നു ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, ഇൻ അഖദൻ നിക്കാഹു, നിക്കാഹ് സംഭവിച്ചു കഴിഞ്ഞു. ഇമാം അബൂ ഹനീഫ പറയാണ്. ഇനി എന്ത് ഇബാറത്താ വേണ്ടത്? ഇമാമുൽ ആദം എന്നറിയപ്പെടുന്ന ലോക മുസ്ലിങ്ങളിൽ 30% ഫോളോ ചെയ്യുന്ന മദ്ഹബിൻ്റെ ഇമാമായ, ഒന്നാമത്തെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാം അബൂ ഹനീഫയുടെ വാക്കുകളാണ് ഞാനിവിടെ വായിച്ചത്. തീർന്നിട്ടില്ല. വക്കതാ, ഇപ്രകാരം, ഇതാ കാലത്തൊരു പെണ്ണ് പറയുന്നു, തസദ്ദഖ്തു ബിനഫ്സി അലൈക, ഞാൻ എൻ്റെ നഫ്സ്, എൻ്റെ ശരീരം, എന്നെ തന്നെ നിങ്ങൾക്കിതാ സമർപ്പിച്ചിരിക്കുന്നു. ഔ ജഅൽതു നഫ്സി സദഖത്തൻ ലക, അല്ലെങ്കിൽ ഞാൻ എന്നെ നിങ്ങൾക്ക് സമർപ്പിതയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യൻഅഖിദു ബിഹിൻ നിക്കാഹു ബിലാ ഖിലാഫിൻ, ഒരഭിപ്രായ വ്യത്യാസവുമില്ല, അത് നിക്കാഹാണ്, അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് അൽ ഫിഖ്ഹു അൽ മദാഹിബിൽ അർബഅ എന്ന ഗ്രന്ഥത്തിൻ്റെ 4ാമത്തെ വോള്യത്തിൽ 18ാമത്തെ പേജിൽ പറയുന്നു. ഇനി എന്താ വേണ്ടത്? ഒരു പെണ്ണിന് സ്വയം വിവാഹിതയാകാൻ പറ്റുമെന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ പോരാഞ്ഞിട്ട് മദ്ഹബിൻ്റെ ഇമാമായ അബൂ ഹനീഫ ഇമാമും പറയുന്നു. ആവശ്യമേ ഇല്ല, ഒരു രക്ഷിതാവിൻ്റെ ആവശ്യമില്ല. രക്ഷിതാവ് വിവാഹം ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ രക്ഷിതാവില്ലാതെ സ്വയം പെണ്ണിന് വിവാഹിതയാകാൻ പറ്റുമെന്ന മസ്അല നിങ്ങൾ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമോ? പുരോഹിതന്മാരോടാണ് എൻ്റെ ചോദ്യം, മുല്ലമാരോടാണ് ചോദ്യം. അങ്ങനെ ഇസ്ലാമിക ശരീഅത്തിലുണ്ട്, ഇസ്ലാമിക ശരീഅത്ത് അത് അനുവദിക്കുന്നുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ, അത് നിൽക്കട്ടെ. ഉപ്പയില്ല, മരിച്ചുപോയി, അല്ലെങ്കിൽ ഉപ്പ നാട് വിട്ടുപോയി, ഉപ്പയും ഉമ്മയും തമ്മിലൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഈ വിലായത്തെന്ന് പറയുന്ന അധികാരമുണ്ടല്ലോ, പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കണം.
ഈ വിലായത്ത് ആരിലേക്കാണ് പോവുക? ഈ കുട്ടിയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത എളാപ്പാരോ വല്യുപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക്. ഈ കുട്ടിയെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഉമ്മയ്ക്കൊരു അധികാരമില്ല. ഉമ്മ നോക്കി നിൽക്കണം. ഉമ്മയെ സ്റ്റേജിൽ കൊണ്ടുവന്നു എന്നുള്ളത് വലിയ വിപ്ലവം. ഞങ്ങളുടെ മകളെ ഞങ്ങൾ വിവാഹം ചെയ്ത് തന്നു എന്ന് ഉപ്പാൻ്റെ കൂടെ ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ചേന്നമംഗലൂരിൽ ഒരു 3 കൊല്ലം മുമ്പ്. അക്കാരണത്താൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പറിൽ വെച്ചും മുജാഹിദിൻ്റെ മെമ്പറിൽ വെച്ചും മറ്റ് മെമ്പറുകളിൽ വെച്ചും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് വ്യഭിചാരമാണ് എന്നാണ്. 3 കൊല്ലം മുമ്പാണ്. 3 കൊല്ലത്തിന് ഇടയിൽ ഇസ്ലാം മാറി, ജിബ്രീൽ വന്നു, പുതിയ വഹി ഇറങ്ങി. അന്ന് ഉമ്മയും പെൺകുട്ടിയും സ്റ്റേജിലിരുന്നത് വ്യഭിചാരമാണെന്ന് മെമ്പറുകളിൽ പ്രസംഗിച്ച ആൾക്കാർ ഇപ്പോൾ അത് തിരുത്തി പറഞ്ഞു. അതിനിടയിൽ ജിബ്രീൽ എപ്പോഴാണ് വന്നതെന്ന് നമുക്കറിയില്ല. അതൊന്നും വിഷയമല്ല. പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ പെൺകുട്ടിയുടെ ഉമ്മയ്ക്കുള്ള അധികാരം എന്താണ്? ഉമ്മയ്ക്ക് മക്കളിൽ ഒരു അധികാരവുമില്ലേ? നൊന്ത് പെറ്റുമ്മയ്ക്ക് അധ്വാനിച്ച് കാശ് കൊണ്ടു കൊടുക്കുന്ന ഉപ്പയുടെ 100 ഇരട്ടിയാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൽ ഉമ്മയുടെ പങ്ക്. ആ കുഞ്ഞിൻ്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ, ആ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയുടെയും ഘട്ടത്തിൽ. എന്നിട്ട് ഈ ഉമ്മ ഒരു നോക്കുകുത്തി എങ്കിൽ നിങ്ങൾ അറിയണം, മാലിക്കി മദ്ഹബ് പറയുന്നത് എന്താണെന്ന് അറിയണം. മാലിക്കി മദ്ഹബ് പറയുന്നു, ഉമ്മയ്ക്ക് പൂർണ്ണമായും അധികാരമുണ്ട്. വഇന്ദ അദ്മിൽ അസബത്തി, അധികാരപ്പെട്ട പുരുഷന്മാരില്ലാത്ത ഘട്ടങ്ങളിൽ, അതായത് പുരുഷന്മാർ ഉപ്പയില്ല എങ്കിൽ യംലികു തസ്വീജ സഗീരി വസ്സഗീറത്തി കുല്ലു ഖരീബിൻ യരിസു മിൻ ദവിൽ അർഹാമി ഇൻദ അബി ഹനീഫ ഖിലാഫൻ ലി മുഹമ്മദിൻ. അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ മുഹമ്മദ് എന്ന പണ്ഡിതനെ മാറ്റി നിർത്തിയാൽ ഏകകണ്ഠമായി പറയുന്നു വല്ലഖറബു ഇൻദ അബി ഹനീഫ, അബൂ ഹനീഫ ഇമാമിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത ബന്ധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഉമ്മയാണ്. ഉമ്മയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. ആലോചിക്കാൻ പറ്റുമോ പുരോഹിതന്മാരെ നിങ്ങൾക്ക്? എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് ഉപ്പയ്ക്ക് മാത്രമല്ല ഉമ്മയ്ക്ക് പറയാം എന്ന് അബൂ ഹനീഫ ഇമാമ് പറയുന്നു. ഉമ്മയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. എന്തേ ഈ മസ്അലയൊന്നും ഇതുവരെ കേട്ടില്ല? എന്നിട്ട് ഉമ്മാനെ സ്റ്റേജിലിരുത്തിയത് വലിയ വിപ്ലവമാണത്രേ. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും 7 അയലത്ത് ഇക്കൂട്ടരൊന്നും എത്തിയിട്ടില്ല. എന്നിട്ടാണ് വലിയ വിപ്ലവം പ്രസംഗിക്കുന്നത്. ഉമ്മയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കുമോ? മഹല്ലുകൾ രംഗത്ത് വരുമോ? ഈ സംഘടനകൾ രംഗത്ത് വരുമോ? പറയൂ. ഞാൻ പല സ്റ്റേജുകളിലും പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഈ ഖുതുബയിലും പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അടുത്ത് കോഴിക്കോടിനടുത്തൊരു പ്രദേശത്ത് ഒരു നിക്കാഹിന് ഞാൻ ക്ഷണിതാവായി പോവുകയുണ്ടായി. അവിടെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ എത്തിയത് പെണ്ണിൻ്റെ വാപ്പയാണ്. ഈ പെണ്ണിന് 2 വയസ്സുള്ളപ്പോൾ ഇട്ടേച്ച് പോയതാണ്. പിന്നീട് ഇയാളെക്കുറിച്ചൊരു വിവരം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ ഉമ്മ പലയിടത്തും ജോലി ചെയ്ത് ഈ കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിക്കാതെ കുട്ടിക്ക് വേണ്ടി ജീവിച്ച് സമർപ്പിതയായ ഉമ്മ നിക്കാഹിൻ്റെ സമയത്ത് ഈ ഒരു പുതിയാപ്പിളയൊക്കെ കണ്ടെത്തി നിക്കാഹിന് വേണ്ടി മഹല്ല് കമ്മിറ്റിയെ സമീപിച്ചപ്പോൾ പറഞ്ഞു ഉപ്പാനെ കൊണ്ടുവരണമെന്ന്. ഉപ്പാനെ കൊണ്ട് ഉളുപ്പുണ്ടോ ഈ ഉമ്മയോട് അങ്ങനെ പറയാൻ? എന്നിട്ട് ഈ ഉമ്മ തൻ്റെ ആങ്ങളയെ ഈ ഉപ്പയെന്ന് പറയുന്ന മനുഷ്യനെ തേടിപ്പിടിച്ച് പിന്നെ അദ്ദേഹം ഉള്ളിടത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഈ ഉപ്പാൻ്റെ ഡിമാൻഡ് പുതിയ വസ്ത്രം വേണം, കാറിന് കാശ് വേണം, അന്നത്തെ കൂലിയും വേണം. ഇതൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ എന്താ ഈ ഉപ്പയും കുട്ടിയും തമ്മിലുള്ള ബന്ധം? ഈ ഉമ്മ ഒന്നും അറിയാതെ വീട്ടിലിരിക്കുന്നു. എന്നിട്ട് പള്ളിയിലാണ് നിക്കാഹ്. ഇതൊന്നും കാൽപ്പനികതയല്ല, നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. സാക്ഷികളെ ഞാൻ ഹാജരാക്കാം. എങ്കിൽ മാലിക് ഇമാം പറയുന്നു ധൈര്യമായിട്ട് മഹല്ല് കമ്മിറ്റി പറയണ്ടേ? ഇമാം അബൂ ഹനീഫ പറയുന്നുണ്ട്, ഇമാം മാലിക് പറയുന്നുണ്ട് ഉമ്മയ്ക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ അധികാരമുണ്ട്, അതുകൊണ്ട് പോകാൻ പറ ആ ഉപ്പയോട്, നിങ്ങളുടെ വന്ന് നിക്കാഹ് ചെയ്യുമെന്ന് പറയണ്ടേ? ഇതല്ലേ ഇസ്ലാം? അതല്ലേ വിപ്ലവം? ഇതല്ലേ നടത്തേണ്ടത്? എന്നിട്ട് ഉമ്മയെ സ്റ്റേജിലിരുത്തി എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടാടാൻ കുറേ ആളുകൾ, അത് വിപ്ലവമാണെന്ന് പറയാൻ കുറേ ആളുകൾ, പിതൃത്വം ഏറ്റെടുക്കാൻ വേറെ കുറേ ആളുകൾ. ഇത് തമാശയല്ലാതെ മറ്റെന്താണ്? സമൂഹത്തിന് മുന്നിൽ അപഹാസ്യരാവുകയല്ലാതെ മറ്റെന്താണ് നടക്കുന്നത്? ഇതൊന്നും വിപ്ലവമല്ല. അള്ളാഹു അനുവദിച്ചു കൊടുത്ത അധികാരവും അവകാശവും അനുവദിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു പെണ്ണിന് സ്വന്തമായി വിവാഹിതയാകാൻ അധികാരമുണ്ട്.
നിഷേധിക്കാൻ പറ്റുമോ? ഖുർആനിലില്ലേ? ഒരു പെണ്ണിന് സാക്ഷിയാകാൻ പറ്റുമോ? നിലവിലുള്ള മുല്ലാ ശരീഅത്തിൽ സാക്ഷിയാകാൻ പറ്റുമോ? സാക്ഷികളുടെ ഷർത്ത് എഴുതുന്നിടത്ത് എന്താ? ഒരാണിന് പകരം 2 പെണ്ണ് സാക്ഷിയാകണം. കാരണം പകുതി ബുദ്ധിയേ ഉള്ളൂ എന്ന്. പകുതി ബുദ്ധിയേ ഉള്ളൂ എന്ന്. 2 സാക്ഷി വേണം. ഇങ്ങനെയൊക്കെ എഴുതി വച്ച ഈ ശരീഅത്ത് നിയമത്തിൽ നിന്നുകൊണ്ട്, ആ ശരീഅത്ത് നിയമങ്ങളെ താലോലിച്ചുകൊണ്ട്, ഈ മുല്ലാ ശരീഅത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്ത്രീകളെ സ്റ്റേജിലിരുത്തി എന്ന് പറയുന്നത് വിപ്ലവമാണെന്ന് പറയാൻ അനൽപമായ തൊലിക്കട്ടി വേണം. അങ്ങനെയുള്ളവർക്കേ പറയാൻ പറ്റുള്ളൂ. പെൺകുട്ടികൾ വിവാഹത്തിന് കാണിയല്ല, വധു വിവാഹത്തിന് കേവല സാക്ഷിയല്ല, അതിൽ ഭാഗവാക്കാണ്. ഒരു പുരുഷൻ എങ്ങനെ ഭാഗവാക്കാകുന്നോ അതുപോലെ ഭാഗവാക്കാണ്. എന്നിട്ട് ഈ നിക്കാഹ് നടത്തിക്കൊടുത്ത പിതാവ് തൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു, മഹർ പെണ്ണിന് കൊടുക്കാൻ ഞാൻ എപ്പോഴും ഞാൻ നടത്തുന്ന നിക്കാഹ് വേദികളിൽ പറയാറുണ്ടെന്ന്. എന്തൊരു ഔദാര്യാണല്ലേ! പെണ്ണിന് മഹർ കൊടുക്കാൻ, പെണ്ണിൻ്റെതാണ് മഹർ. മഹറിൽ രക്ഷിതാവിന് ഒരധികാരവുമില്ല, മഹറിൽ രക്ഷിതാവിന് ഒരവകാശവുമില്ല. മഹർ സമ്പൂർണമായും സ്ത്രീയുടേതാണ്. ഈ കൊടുത്ത ഭർത്താവിനും അതിലൊരധികാരമില്ല. ഇന്ന് മഹർ എന്ന് പറഞ്ഞാൽ സലാത്തിയല്ലൊക്കെയാണ്. 100 സലാത്ത്, ഒരു ഖുർആന്. എന്നിട്ട് തലാക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? തലാക്കും സംഭവിക്കാമല്ലോ. തലാക്ക് ചെല്ലുമ്പം പറയുന്നു പകുതി അവൾക്കും പകുതി, അങ്ങനെ തലാക്കിൻ്റെ പല രൂപങ്ങളുമുണ്ട്. പകുതി അവൾക്ക്. അപ്പോൾ എന്താണ്? ഖുർആൻ കൊടുത്താൽ പകുതി ഖുർആൻ കീറി കൊടുക്കണോ? സലാത്ത് തിരിച്ചങ്ങോട്ട് ചൊല്ലി കൊടുക്കണോ? മഹർ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള വസ്തുവല്ലേ? മഹർ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ളതാകണം. അവൾക്ക് ജീവിക്കാൻ, അവൾക്ക് നാളെ ജീവിക്കാനുള്ള ഉപാധിയാണ് മഹർ. അത് പണമായിരിക്കണം, അത് സ്വർണമായിരിക്കണം, അത് മൂല്യമുള്ളതായിരിക്കണം. അപ്പോൾ ഖുർആൻ്റെ മൂല്യമില്ല എന്നല്ല, ഭൗതിക മൂല്യമുള്ളതായിരിക്കണം. വിറ്റാ കാശ് കിട്ടണം, അല്ലാതെ മറ്റേ മൂല്യമല്ല. വൈജ്ഞാനികമായ മൂല്യമല്ല, ആധ്യാത്മികമായ മൂല്യമല്ല, വിറ്റാൽ കാശ് കിട്ടണം. ഈ നിക്കാഹ് ചെയ്തു തരാൻ വന്ന ഉസ്താദിനോട്, ഉസ്താദ് ഞാനൊരു 1000 സലാത്തിയല്ലേ തരാമെന്ന് പറഞ്ഞ ഉസ്താദ് പിന്നെ നിക്കാഹിന് വിളിച്ചാൽ വരുമോ? വരുമോ? മഹറിന് സലാത്ത് ഉസ്താദിന് ഖുർആൻ കൊടുത്തോക്ക് നിങ്ങൾ. ഉസ്താദ് വന്നിട്ട് പോകുമ്പോൾ ഉസ്താദ് ഇത് ഈ ഖുർആനാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പാരിതോഷികം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഉസ്താദിന് പറ്റാത്തത് പെണ്ണിന് പറ്റും. അങ്ങനെയാണ് ഈ വക ഏർപ്പാടുകൾ ഇസ്ലാമിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് നിക്കാഹ് വലിയ ആദർശാത്മകമായ നിക്കാഹ്. ഇതൊന്നും ആദർശമല്ല. മനുഷ്യൻ ഒളിച്ചോടുകയാണ്. തൻ്റെ പിശുക്കിനെ, തൻ്റെ താല്പര്യങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന കെട്ടുന്യായങ്ങൾ മാത്രമാണിത്. ഇതിനൊന്നും ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനമില്ല. പെണ്ണിന് അവളുടെ അവകാശങ്ങൾ, അള്ളാഹു നൽകിയ അവകാശങ്ങൾ വകവെച്ച് കൊടുത്താൽ മതി. ഇപ്പോഴും പെണ്ണ് പള്ളിയിൽ കയറണോ വേണ്ടതെന്ന് ചർച്ച ചെയ്യുന്നവരല്ലേ നമ്മൾ, അല്ലേ? പെണ്ണിന് പള്ളിയിൽ കയറാമെന്ന് പറയുന്നവർ വേറെ വാതിലുണ്ടാക്കി കൊടുക്കും. ഇടുങ്ങിയ വഴിയിലൂടെ ആരും കാണാതെ പോയി. മുഖ്യവാതിൽ പുരുഷകേസരികൾക്ക്, വലിയ വാതിൽ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്കോ? എന്നിട്ട് പറയും ഞങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എവിടെ? ആരും കാണാത്ത മേൽഭാഗത്ത്, ഒരു സൗകര്യമില്ലാത്ത വഴിയിലൂടെ കടന്നു പോകാൻ. എന്താ മസ്ജിദുൽ ഹറാമിൽ അങ്ങനെ ഇല്ലാത്തത്? അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. ഇത് സംഘടനകളുടെ കെട്ടിടമാണ്. അതാണ് വ്യത്യാസം. പുരുഷന്മാർ കയറുന്ന വാതിലിലൂടെ കയറാൻ, പുരുഷന്മാരിരിക്കുന്ന ഇടത്തിരിക്കാൻ, പുരുഷന്മാരെ പോലെ പങ്കാളികളാക്കാൻ സ്ത്രീകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം അത് വകവെച്ച് കൊടുത്താൽ മതി. ആരുടെയും ഔദാര്യം വേണ്ട. സ്ത്രീകൾ ആരുടെയും ഔദാര്യം നേടേണ്ടവരുമല്ല. അള്ളാഹു കൊടുത്തിട്ടുള്ള ഔദാര്യം, അള്ളാഹു കൊടുത്തിട്ടുള്ള അവകാശം, അതാണ് അവർക്ക് വേണ്ടത്. പുരുഷന്മാരെ പോലെ തന്നെ. ഒരു വ്യത്യാസവും പടച്ചോൻ കൽപ്പിച്ചിട്ടില്ല. നിക്കാഹിലും കൽപ്പിച്ചിട്ടില്ല, തലാഖിലും കൽപ്പിച്ചിട്ടില്ല, ഒരു കരാറിലും കൽപ്പിച്ചിട്ടില്ല. പുരുഷന്മാർക്കുള്ള അതേ അധികാരാവകാശങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. എന്നിട്ട് ശരീരത്തിൻ്റെ പരിമിതികൾ വെച്ചിട്ട് പറയും പുരുഷനെ പോലെ തെങ്ങ് കയറാൻ പറ്റുമോ, പുരുഷനെ പോലെ ഓടാൻ പറ്റുമോ? ഇതൊക്കെ എന്ത് ചോദ്യങ്ങളാണ്? പുരുഷന്മാർ തമ്മിൽ ഒരുപോലെയാണ്. യൂറോപ്പിലെ പുരുഷൻ ഓടുന്നത് പോലെ ഇന്ത്യയിലെ പുരുഷൻ ഓടാൻ പറ്റുമോ? യൂറോപ്പിലെ പുരുഷനെ പോലെയാണോ ഇന്ത്യയിലെ പുരുഷൻ? ആഫ്രിക്കക്കാരനെ പോലെയാണോ ഇന്ത്യക്കാരൻ? ദേശകാലങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ വ്യത്യാസപ്പെടുന്നില്ലേ? അതുപോലെ സ്ത്രീയുടെ ശരീരം വെച്ചിട്ടാണോ അളക്കേണ്ടത്? സ്ത്രീയെ പോലെയല്ല പുരുഷൻ, അതുപോലെയല്ല പുരുഷൻ മസിൽ പവർ ഉള്ളവനാണ്. അത് വേറെ. നിങ്ങൾ അധ്വാനത്തിന് വേറെ കൂലി വാങ്ങിക്കോ. പുരുഷന്
അധ്വാനിക്കാൻ കൂടുതൽ ശേഷിയുണ്ടെങ്കിൽ അവൻ കൂടുതൽ കൂലി വാങ്ങിക്കോട്ടെ. അതൊന്നുമല്ല ഇവിടെ ചോദ്യം. ഇവിടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു പുരുഷന് 2 വോട്ടും സ്ത്രീക്ക് 1 വോട്ടും പാടുണ്ടോ ഒരു നാട്ടിൽ? പറ്റില്ലല്ലോ. സ്ത്രീക്കും പുരുഷനും 1 വോട്ട്, ഒരേ മൂല്യം. ഈ അവകാശത്തെക്കുറിച്ചാണ് ഇസ്ലാം പറയുന്നത്. ഒരേപോലെയാണ്. നിക്കാഹിൽ അവൾ ഭാഗവാക്കാകണം, അവൾ കാണിയല്ല. അവൾ ദൂരെ നിന്ന് നോക്കേണ്ടവളല്ല. അവൾ സ്റ്റേജിലൊരു കാണിയെപ്പോലെ ഇരിക്കേണ്ടവളല്ല. മറിച്ച് ഈ പുരുഷനെ പോലെ ഭാഗവാക്കാകേണ്ടവളാണ്, വരനെപ്പോലെ അതിൽ പങ്കാളിയാകേണ്ടവളാണ്. അപ്പോഴാണ് വിപ്ലവം സാധിക്കുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എന്തെങ്കിലും കെട്ടുകാഴ്ചകൾ ഉണ്ടാക്കിയിട്ട് ഇത് വലിയ വിപ്ലവമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ പ്രത്യേകിച്ചും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖിൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സഹോദര സഹോദരികളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും സർവാർത്ഥത്തിലും അനുഗ്രഹിക്കട്ടെ. തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഒരു സംഭവം പറയാം. അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ മുമ്പിൽ ഒരു കേസ് വന്നു. അന്നംറഅത്തൻ സവ്വജത് ഇബ്നതഹാ ബിലാഹ. ഒരു പെണ്ണ് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ഒരു സ്ത്രീ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ഫജാ ഔലിയ ഉഹാ ഫഹാസമുഹാ ഇലാ അലിയൻ. അപ്പോൾ പുരുഷകേസരികളൊക്കെ വന്നു. ഇന്നത്തെ പോലെ തന്നെ. അതെങ്ങനെ ശരിയാകും? ഉമ്മ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ ശരിയാകുമെന്ന് വെച്ചിട്ട് വന്നു. അങ്ങനെ വന്ന അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ മുന്നിൽ എല്ലാവരും തർക്കമായി. അത് ശരിയാവില്ല, വ്യഭിചാരമാണ്, തെറ്റാണ്, നിക്കാഹ് അസാധുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ പറഞ്ഞ ഖുർആൻ അനുസരിച്ചാണ് ചെയ്തു കൊടുത്തത്. ഫഅജാസൻ നിക്കാഹ. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു അത് ശരിയാണ്, അവൾ ചെയ്തത് ശരിയാണ്, അത് നിക്കാഹ് എന്ന് പറഞ്ഞു. അൽ മബ്സൂത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 5-ാം വാള്യത്തിൽ 10-ാമത്തെ പേജിൽ ഈ സംഭവം കാണാം. ഇതൊന്നും മൂടി വെക്കാൻ കഴിയില്ല. ഇത്രയും കാലം സ്ത്രീകളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മൂടിവെച്ച യാഥാർത്ഥ്യങ്ങളാണിത്. ഞാൻ പറയുന്നു, സ്ത്രീ സമൂഹത്തോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിങ്ങളുടെ ഭർത്താവിനുള്ള അതേ അധികാരാവകാശങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തേണ്ടിടത്ത് ഉപയോഗപ്പെടുത്തണം. ഞാൻ പറയുന്നത് നാളെ മുതൽ ഉപ്പമാരൊക്കെ പിൻവലിഞ്ഞ് ഉമ്മമാർ നിക്കാഹ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമല്ല. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിലുള്ളതുപോലെ ഒരു സ്ത്രീയും കഷ്ടപ്പെടരുത്, പ്രയാസപ്പെടേണ്ടതില്ല. ഉപ്പായ്ക്കുള്ള അതേ അവകാശങ്ങൾ, അതേ അധികാരങ്ങൾ ഉമ്മയ്ക്കുണ്ട് എന്ന് മാത്രമല്ല, ഈ ഉപ്പ എന്ന് പറയുന്ന, പിതാവെന്ന് പറയുന്ന വിലാസം ആര് നൽകിയതാ? ഈ സ്ത്രീയുടെ സാക്ഷ്യമാണ് ഇതാണ് നിൻ്റെ ഉപ്പ എന്നത്, അല്ലേ? ഈ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ സാക്ഷ്യമാണ് ഇതാണ് നിൻ്റെ ഉപ്പ എന്നുള്ളത്. ആ ഒരു സാക്ഷ്യത്തിൻ്റെ ബലത്തിലാണ് ഇയാൾ ഉപ്പയാകുന്നത്. ആ സാക്ഷ്യം പിൻവലിക്കുന്ന നാളിൽ ഇയാളുടെ പിതൃത്വമില്ലാതാകും. എന്നിട്ട് ഉമ്മാക്കൊരധികാരമില്ലാത്രേ. ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും ഏതൊരു മനുഷ്യനെ പിതാവെന്ന് വിളിക്കുന്നുവോ ആ വിളിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം പിൻവലിക്കപ്പെട്ടാൽ ഈ പിതൃത്വമില്ലാതാകും. എന്നിട്ട് മക്കളിൽ ഒരധികാരവുമില്ല, നിക്കാഹ് ചെയ്തു കൊടുക്കാനുമില്ല,
അതിന് സാക്ഷിയാകാനും ഇല്ല. എന്ത് വിഡ്ഢിത്തമാണ് സമൂഹമേ ഈ പരിഷ്കൃത ലോകത്ത്, ആധുനിക ലോകത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിനെ കുറിച്ചാണല്ലോ പറയുന്നത്. സാരമില്ല, ഇത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. കാരണം അത് സംഘടനയുടെ നിലപാടാണ്. സംഘടനകൾക്ക് അങ്ങനെ പല നിലപാടും ഉണ്ടാകാം. ഇത് ഇസ്ലാമിൻ്റെ നിലപാടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നതൊക്കെ. നിങ്ങൾ അപഹസിക്കുന്നത് അള്ളാഹുവിനെയാണ്, ഖുർആനിനെയാണ്, പ്രവാചകനെയാണ്. അവിടെയാണ് പ്രശ്നം. അലി ഇബ്നു അബീ താലിബ് 1400 കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യൻ, അന്ന് അദ്ദേഹം നൽകിയിട്ടുള്ള ആ വിധി, അതിൻ്റെ 100 അയലത്തെത്താനെങ്കിലും ഇന്നത്തെ മുല്ലമാർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ അറിയണം. അലി ഇബ്നു അബീ താലിബിൻ്റെ ആ ചരിത്രം നമ്മൾ കണ്ടില്ലേ. ഇനി ഇന്നത്തെ മുല്ലാ ശരീഅത്തിൽ എഴുതി വെച്ച ഒരു സംഗതി നോക്കൂ. വമിനൽ ഉലമാഇ മൻ യഖൂൽ ഇദാ കാനത്ത് ഗനിയതൻ ശരീഫതൻ ലം യജുസ് തസ്വീജുഹാ നഫ്സഹാ ബിഗൈരി റിളൽ വലി. സ്ത്രീ സമ്പന്നയാണ്, അവൾ സമൂഹത്തിൽ ആദരണീയയാണെങ്കിൽ പോലും നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമില്ല, അവകാശമില്ല എന്ന് ഖുർആനിന് നേർവിരുദ്ധമായി ഫിഖ് എഴുതി വെച്ചിട്ട്, ആ എഴുതി വെച്ച ഫിഖിനനുസരിച്ച് ഖുർആനെയും അലി ഇബ്നു അബീ താലിബിനെ പോലുള്ള സഹാബികളുടെയും അഭിപ്രായങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇന്നത്തെ ഈ മുല്ലാ ശരീഅത്ത് മുന്നോട്ട് പോകുന്നത്. ഒരു വിവേചനവും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. ഞാൻ ഖുത്ബയുടെ തുടക്കത്തിൽ ഓതിയ ആയത്ത്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. നിങ്ങളിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ആരെന്ത് ചെയ്താലും അള്ളാഹു അത് അങ്ങനെ തന്നെ പരിഗണിക്കും. പെണ്ണിൻ്റെ പ്രവൃത്തിക്ക് ഒരു കൂലി കുറച്ച് കുറവ്, ആണിൻ്റെ പ്രവൃത്തിക്ക് കുറച്ച് കൂടുതലൊന്നുമില്ല, ഒരുപോലെ പരിഗണിക്കുന്നവരാണത്ര. ഈ ഒരുപോലെ എന്ന് പറയുന്ന വാക്ക് എല്ലായിടത്തും ബാധകമാണ്. ഇത് ഓർത്താൽ മതി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഖുത്ബയിൽ യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ വിചാരിച്ചിരുന്നത് മറ്റൊരു വിഷയമാണ്. അത് കഴിഞ്ഞ ഖുത്ബയുമായി ബന്ധപ്പെട്ട്, ദത്ത് അവകാശവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന പ്രവാചകൻ്റെ മേൽ ആരോപിതമായ ചില കള്ളക്കഥകളുണ്ട്, ചരിത്രം എന്ന പേരിൽ. അതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതിനാലാണ് ഇത് പറയുന്നത്. അതോടൊപ്പം ഇത് മുഹറമാണ്. മുഹറം മാസം നമുക്കറിയാം കർബലയുടെ മാസമാണ്. ഇമാം ഹുസൈൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഷഹാദത്തിൻ്റെ മാസമാണ്. യസീദിൻ്റെ ശാപഗ്രസ്തമായ ഭരണത്തെക്കുറിച്ച്, ആ ദുരന്തത്തെക്കുറിച്ച്, മുആവിയ എന്ന് പറയുന്ന ക്രൂരനായ ചക്രവർത്തിയെക്കുറിച്ച്, അയാൾ ഈ സമൂഹത്തിൽ ചെയ്തു വെച്ച അനീതികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു മാസം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിൽ നമുക്ക് അത് ഖുത്ബകളിലൂടെ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر الدعاء الحمد لله.